ഇവനെയൊക്കെ ജോലിക്ക് വെച്ചാലും പറഞ്ഞാ മതിയല്ലോ. ഇതെന്തൊരു ചൂടാടാ അതിനകത്ത്. നീ AC ഒന്ന് കൂട്ടിയിട്ടെ. എന്റെ അമ്മായി AC ഫുള്ളാ. ആന്നോ? നമ്മുടെ ജാഗൂറിലായിരുന്നെങ്കിലേ ഐസ് പോലെ കട്ട പിടിച്ചേനെ. ജാഗൂർ അല്ല അമ്മായി, ജാഗ്വാർ. എന്തു പറഞ്ഞാൽ എന്താ, മനസ്സിലായി പോരെ? രാവിലെ വരാന്ന് പറഞ്ഞവനാ, ഇപ്പൊ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ആരാ അമ്മായി? ആരെയാ വിളിച്ചേ? കുട്ടൻ. അവനുണ്ടായിരുന്നെങ്കിൽ ഇതിലിങ്ങനെ തിങ്ങി ഞെറിഞ്ഞു പോണ്ടായിരുന്നു. ഇങ്ങ് വരട്ടെ. അമ്മാവാ, നീ ഇറങ്ങിയോ? ഞങ്ങൾ ഇറങ്ങി. ഏകദേശം ഇപ്പൊ 6:46. നീ ബാങ്ക് വരെ ഒന്ന് വരണം ഇപ്പൊ തന്നെ. ഇപ്പോഴോ? അമ്മാവാ, അത് ഡു വാട്ട് ഐ സേ. ശരി അമ്മ. അവിടെ മറ്റാരോടും ഒന്നും പറയണ്ട. ചേച്ചിയെ ഞാൻ വിളിച്ചോളാം, മനസ്സിലായില്ലേ? ശരി അമ്മ. ശരി അമ്മ. ഓക്കെ. അമ്മാവനെ വിളിച്ചേ, അർജന്റായിട്ട് ബാങ്കിലേക്ക് ഒന്ന് ചെല്ലാൻ. ഞാൻ പോയിട്ട് വണ്ടി നോക്കി. നാളെ നിന്റെ കല്യാണം അല്ലേ? അത് നാളെയല്ലേ. ഞാൻ എത്ര വൈകി രാത്രി എത്തിക്കോളാം. നീ വണ്ടി സൈഡേക്ക്. കല്യാണമായിട്ട് ചെറുക്കനും മനസ്സമാധാനം കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊക്കെ മുന്നിൽ നിന്ന് ചെയ്തു കൊടുക്കേണ്ട ആളാ. ഇതിപ്പോ കല്യാണ ചെറുക്കനെ വിളിച്ചോണ്ട് പോയി. ഇതൊക്കെ എവിടുത്തെ ന്യായ? നിനക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിരിക്കും. ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ഇവന്റെ ഒരു കാര്യം. അമ്മ മാമനെ ഒന്ന് വിളിച്ചേ. ഇങ്ങനെയുണ്ടോ ഒരു ജോലി? നമ്മളൊക്കെ വിളിച്ചാൽ കോടീശ്വരം വരെ കേൾക്കുവോ? നിങ്ങൾ അവിടെ പോയി സെറ്റ് ആവുമ്പോഴേക്കും എത്തിയേക്കാം. പോരെ? ശരി, ഓക്കെ. രുക്മിണി ടെൻഷൻ അടിക്കണ്ട. അങ്ങേർക്ക് അല്ലെങ്കിൽ എപ്പോഴും തലയിൽ ബിസിനസ് മാത്രല്ലേ ഉള്ളൂ. ഒന്നും അല്ലെങ്കിൽ അവന്റെ അമ്മാവനല്ലേ, അവനങ്ങ് എത്തിക്കോളും. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ അർജന്റായിട്ട് ബാങ്കിലേക്ക് ഒന്ന് വിളിപ്പിച്ചു. ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്നാ ഞാനും വരണം. വേണ്ട. നിങ്ങൾ അവിടെ ചെന്ന് സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും. നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഓക്കെ, എന്തെങ്കിലും വിളിക്കാം. ആടാ, ശരി, ഓക്കെ. വണ്ടി ഫ്രണ്ടിലേക്ക് ഇട്ടേ. ആഹാ, മുകുന്ദൻ സാറിന്റെ വീടായിരുന്നു. എന്താ ജെയിംസ് കാര്യം? നിന്ന് മോങ്ങാതെ കാര്യം പറയണോ. അവരെ ഇനി കണ്ടാൽ മനസ്സിലാകുമോ? അവരെത്ര പേരുണ്ടായിരുന്നു? അവര് 2 പേരുണ്ടായിരുന്നു സാറേ. ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മുഖം കണ്ടില്ല. ഒരു അഡ്രസ് നോക്കിയത് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. ബോധം കെടുത്തി കളഞ്ഞു സാറേ. ആ അഡ്രസ് ഏതാണെന്ന് അറിയോ? ഒരു പാലാരിവട്ടം അഡ്രസ്സാണ്. എനിക്ക് അവരെ കണ്ട ഇനി മനസ്സിലാവോ? ഇല്ല സാറേ. സെക്യൂരിറ്റീസ് എത്ര പേരുണ്ട്? ഞാനും ജയനും നസീമും ഞങ്ങൾ 3 പേരുണ്ട് സാറേ. എന്തു പറ്റി? നമ്മുടെ ജോർജ് സാറിന്റെ പണമെല്ലാം പോയുടെ മോനെ. ഇത്ര ഹൈ സെക്യൂരിറ്റി ഫെസിലിറ്റീസ് ഉണ്ടായിട്ടോ? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ജേക്കബ് സാർ അറിയിച്ചായിരുന്നോ? ഇല്ല, സാറിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല. മീര മേഡം എന്ന് പറഞ്ഞു. എന്തു പറയാൻ, ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ലല്ലോ. പോയത് ബ്ലാക്ക് അല്ലേ? സയന്റിഫിക് അസിസ്റ്റൻസും ലാബ് ഫെസിലിറ്റിയും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഏറ്റവും വിശ്വസ്തരായ സ്റ്റാഫിനെ ഉപയോഗിച്ച് വേണം ഇത് കണ്ടുപിടിക്കാൻ. ഷിഹാബ്, ഇറ്റ് ഷുഡ് ബി ഡൺ വിത്തിൻ നോ ടൈം. ഷുവർ മാഡം. തോമസ്, ഇവിടുത്തെ എൻ്റെ സ്റ്റാഫിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ലാസ്റ്റ് 3 months മൊബൈൽ ആൻഡ് ഡാറ്റ ഡീറ്റെയിൽസും ഇമ്മീഡിയറ്റ്ലി കളക്ട് ചെയ്യണം. യെസ് മാം. ഷിഹാബ്, ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഡീറ്റെയിൽസും സിമിലർ പാറ്റേണിലുള്ള എല്ലാ റോബറി ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ആൻഡ് വി ആർ സ്റ്റാർട്ടിംഗ് അവർ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ദിസ് മൊമെന്റ് വിത്തൗട്ട് എനി ലൂപ്പ് ഹോൾസ്. റിമെമ്പർ, ഇറ്റ് വിൽ ബി സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ. അന്നത്തെ ക്യാഷ് ബാലൻസ് എത്രയെന്ന് ഓർക്കുന്നുണ്ടോ? ഐ തിങ്ക് 22,47,617. അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റി? സർ, അന്നൊരു FD ക്ലോസിംഗ് ഉണ്ടായിരുന്നു. അതിനായി ഉച്ചയോടുകൂടി തന്നെ എമൗണ്ട് ബാങ്കിൽ നിന്ന് റേസ് ചെയ്തിരുന്നു. പിന്നീട് ഈവനിങ്ങിലാണ് ഞങ്ങൾ അറിയുന്നത് അക്കൗണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നില്ല എന്ന്. അന്നത്തെ ക്യാഷ് ബാലൻസ് ഒരു 1,82,618 കൂടെ കൂടി ടാലിയാക്കിയ എമൗണ്ട് ആണ് 22,47,617. അതൊക്കെ നമുക്ക് നാളെ എടുത്താൽ പോരെ? ഞാൻ തിരിച്ചു വിളിക്കാം. ബാങ്കിൽ എത്ര സ്ട്രോങ് റൂം ഉണ്ട്? സർ, 1. അതെവിടെ? കാഷ്യർ ക്യാബിന്റെ റൈറ്റ് സൈഡിൽ. ബാങ്കിന്റെ അക്കൗണ്ട് സെറ്റാരാ? ബാലകൃഷ്ണൻ സർ.
FD ക്ലോസ് ചെയ്യാനിരുന്ന ക്ലയൻറ്റ് ആരുടേതായിരുന്നു? അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റോയ് സാറിൻ്റെ റിലേറ്റീവ് ആയിരുന്നു. അപ്പോൾ റോയ് പറയുന്നത് 2 ആഴ്ച മുമ്പ്, അതായത് 3rd May 2017 FD ക്ലോസ് ചെയ്യാൻ വരേണ്ട റോയിയുടെ റിലേറ്റീവ് പിന്നെ വന്നില്ല. അറിയില്ല, ഞാനവരെ വിളിച്ചിരുന്നു, പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല. ഓക്കെ റോയ്, സോറി. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഇറ്റ്സ് ഓക്കെ മാം. എടാ അമ്മയാണ്, ഒന്ന് സംസാരിക്കും. അമ്മ, റോയിയാണ്. ആനന്ദൊരു മീറ്റിങ്ങിലാണ്. എന്തായി മോനെ, അവൻ അവിടെ നിന്ന് തിരിക്കാറായോ? ഇല്ലമ്മ, മീറ്റിംഗ് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആനന്ദ്, നമ്മുടെ ഇവിടുത്തെ ന്യൂ സേഫിനെ കുറിച്ചും ന്യൂ മണി സോഴ്സസിനെ കുറിച്ചും ഇവിടെ എത്ര സ്റ്റാഫുകൾക്കറിയാം? എനിക്കും റോയ്ക്കും പിന്നെ മാഗിക്കും അറിയാം. ന്യൂ സെക്യൂരിറ്റി സിസ്റ്റംസ് ആൻഡ് സീക്രട്സ് ആനന്ദിനൊഴികെ വേറെ ആർക്കൊക്കെ അറിയാം? സോറി മാം, അങ്ങനെ ന്യൂ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ GP സാർ തന്നെ ഹാൻഡിൽ ചെയ്യാറ്. മറ്റാർക്കും അതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. ആനന്ദ് ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് പോയപ്പോൾ എത്ര മണിയായി? ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി വൈകി. അതെന്ത് പറ്റി? GP സാർ ഒരു മെയിൽ അയച്ചായിരുന്നു. അത് പ്രിന്റ് ഔട്ട് എടുത്ത് ഫയൽ വന്നപ്പോഴേക്കും 7 മണി കഴിഞ്ഞായിരുന്നു. ആരൊക്കെ? ഞാനും റോയും.